ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ ബൈപ്പാസ് സർജറി ഒക്കെ കഴിഞ്ഞവരോട് ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണം എന്നുള്ള രീതിയിലാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അത് ശരിക്കും അവർ ജീവിതകാലം മുഴുവൻ മരുന്ന് എടുക്കേണ്ടത് അത്യാവശ്യമാണോ, അതോ അതൊരു മിത്താണോ അല്ലെങ്കിൽ ഒരു മിസ്കൺസെപ്ഷൻ? കൊറോണറി ഹാർട്ട് ഡിസീസ് ഈസ് എ പ്രോഗ്രസീവ് ഡിസീസ്. ജീവിതകാലം മൊത്തം മരുന്ന് കഴിക്കണം. മെഡിസിൻസ് ആർ നെസസിറ്റി ഇൻ ലൈഫ്. എന്ന് മരുന്ന് നിർത്തിയോ പിന്നെയും ബ്ലോക്ക് വരാൻ സാധ്യതയുണ്ട്. ഈ അപ്പൻഡിസെക്ടമി, തൈറോയിഡക്ടമി, ഹിസ്റ്റക്ടമി പോലെ ഒരു വൺ ടൈം ക്യൂർ അല്ല ഹാർട്ട് ഡിസീസ്. ആന്റി പ്ലേറ്റൽ മരുന്ന്, രക്തം കട്ടി കുറക്കുന്ന മരുന്ന്, ബ്ലഡ് തിന്നേഴ്സ്, അത് ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ലൈഫ് ടൈം കഴിക്കണം. അക്കോസ്പിരിൻ, ക്ലോപ്പിലേറ്റ് എന്നിവ. കൊളസ്ട്രോൾ കുറക്കുന്ന മരുന്ന്, ആന്റി കൊളസ്ട്രോൾ മെഡിസിൻസ് ഓൾസോ ജീവിതകാലം മൊത്തം കഴിക്കണം. ചില രോഗികൾ ചോദിക്കാറുണ്ട്, ഡോക്ടറെ എന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് 2-3 കൊല്ലമായി, ഞാൻ മരുന്ന് ഡെയിലി കഴിക്കണം. കൊളസ്ട്രോൾ മരുന്ന് വെറും കൊളസ്ട്രോൾ കുറക്കൽ മാത്രമല്ല, ഹാർട്ടിന്റെ പ്രൊട്ടക്റ്റീവ് മരുന്ന്, കാർഡിയോ പ്രൊട്ടക്റ്റീവ് മെഡിസിൻ കൂടാണ് കൊളസ്ട്രോൾ മരുന്ന്. കൂടുതലും ആൾക്കാർക്ക് മരുന്നെടുക്കാൻ ഒരു മടിയാണ്. ഈ കൊളസ്ട്രോൾ മരുന്ന് ഉള്ള ബ്ലോക്കിനെ സ്റ്റെബിലൈസ്, പ്ലാക്ക് സ്റ്റെബിലൈസിങ് ആക്ഷൻ ഉണ്ട്. പിന്നെ റെഗുലേറ്റ് BP മരുന്ന് കഴിക്കുക, BP കൺട്രോൾ ചെയ്യുക, ഷുഗർ മരുന്ന് കഴിക്കുക, റെഗുലേറ്റ് കഴിക്കുക, ഫാസ്റ്റ് ഷുഗർ, ഭക്ഷണങ്ങളിലെ ഷുഗർ, PPBS, HbA1c 3 മാസം ഷുഗർ ആവറേജ് ഒക്കെ കൺട്രോൾ വരുത്തുക, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, ക്വിറ്റ് സ്മോക്കിംഗ്, ആൽക്കഹോളിസം. ബ്ലഡ് തിന്നേഴ്സ് ഒക്കെ എടുക്കുന്നതായിരിക്കും. ഈ ബ്ലഡ് തിന്നേഴ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മുടെ ദേഹത്തൊരു മുറിവോ ഒരു കട്ടോ ഇഞ്ചുറി ഒക്കെ ഉണ്ടായാൽ ഒരുപാട് ബ്ലീഡിങ്, പ്രൊഫ്യൂസ്ലി ബ്ലീഡിങ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ അതിനെ എന്ത് ചെയ്യാൻ പറ്റും? അതിന് ഈ ബ്ലഡ് തിന്നേഴ്സ് കഴിക്കുമ്പോൾ പെട്ടെന്ന് ശരീരത്തിൽ ബ്ലീഡിങ് വരാൻ ചാൻസ്. മുറിവായി ഇവിടെ മുറിവായി കഴിഞ്ഞാൽ ഫസ്റ്റ് എന്ത് ചെയ്യാം, വല്ല ടവലോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ എടുത്ത് ഫസ്റ്റ് പാക്ക് ചെയ്യാം. വി കോൾ ഇറ്റ് 3 പീസ്. 3 പീസ്, 3 പീസ്, PPP. ഫസ്റ്റ് പീസ് യു പാക്ക് ദ വൂണ്ട്, പാക്ക് ചെയ്യുക, ടവൽ വെച്ച് ടിഷ്യൂ പേപ്പർ പാക്ക് ചെയ്യുക. രണ്ടാമത് ഗിവ് പ്രഷർ അപ്ലൈ ചെയ്യുക. മൂന്നാമത്തെ പി, ദാറ്റ്സ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്, പ്രേ, ദൈവമേ ബ്ലീഡിങ് നിൽക്കണേ. സർ, ഒരുപാട് ഇപ്പോൾ സൈലന്റ് അറ്റാക്കുകളെ പറ്റി കേട്ടു വരുന്നുണ്ട്. ശരിക്കും എന്താണ് ഈ സൈലന്റ് അറ്റാക്ക്? സാധാരണയായി നെഞ്ചുമനെ പോലെയുള്ള വ്യക്തമായ ലക്ഷണങ്ങൾ ഇല്ലാത്ത ഹാർട്ട് അറ്റാക്കാണ് സൈലന്റ് അറ്റാക്ക് എന്ന് പറയുന്നത്. ക്ഷീണം, വിയർക്കൽ, ശ്വാസതടസ്സം, ഓക്കാനം, ജോയിലെയോ കഴുത്തിലെ വേദന, അസിഡിറ്റി, ഗ്യാസ് സിംറ്റംസ് ഒക്കെ സൈലന്റ് അറ്റാക്ക് ആവാം. പ്രധാനമായി സൈലന്റ് അറ്റാക്ക് കാണുന്നത് സ്ത്രീകളിലും ഡയബറ്റിക് പേഷ്യൻസിലാണ്, പ്രമേയ രോഗികളുമാണ്. കണക്കുകൾ പറയുന്നത് ഇന്ത്യയിൽ 20-30% മരണങ്ങളും ഹൃദ്രോഗം, ഹാർട്ട് അറ്റാക്ക് മൂലമാണ്. അതിൽ 5 ഹാർട്ട് അറ്റാക്കിൽ 1 ഹാർട്ട് അറ്റാക്ക് സൈലന്റ് അറ്റാക്കാണ്. സോ സൈലന്റ് അറ്റാക്ക് നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു പരിധി വരെ എങ്ങനെ വരാതിരിക്കാൻ എങ്ങനെ തടയാൻ പറ്റും? യൂഷ്വലി സൈലന്റ് അറ്റാക്ക് 40 വയസ്സിൻ്റെ മുകളിലാണ്. ഹാർട്ട് അറ്റാക്ക് 40 വയസ്സിൻ്റെ മുകളിലാണ് വരാറ്. അതല്ലെങ്കിൽ 40 വയസ്സ് താഴെ വരണമെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ഉണ്ടാവണം, ചെറുപ്പകാലത്ത് ഡയബറ്റീസ് ഉണ്ടാവണം, റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടാവണം. 40 വയസ്സിന് ശേഷം റെഗുലറായിട്ട് ഹെൽത്ത് ചെക്കപ്പ് വേണം. BP മോണിറ്ററിങ്, ഷുഗർ ലെവൽസ് മോണിറ്ററിങ്, കൊളസ്ട്രോൾ മോണിറ്ററിങ്, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, ഡയറ്റ് മോഡിഫിക്കേഷന്, ലെസ് ഓഫ് ഓയിലി ഫാറ്റി ഫുഡ്, കൊഴുപ്പിൽ ഭക്ഷണം കുറക്കുക, പച്ചക്കറികളും ഫ്രൂട്ട്സും നന്നായി കഴിക്കാം, കാർബോഹൈഡ്രേറ്റ്സ് കുറക്കുക, പിന്നെ ഫൈബർ കൂട്ടുക, പിന്നെ എക്സസൈസ്, റെഗുലർ എക്സസൈസ്. അത് ആഴ്ചയിൽ ഇപ്പോൾ 7 ഡേയ്സിൽ മിനിമം 5 ഡേയ്സ് എക്സസൈസ് ചെയ്യണം. ഈ ഹൃദ്രോഗികളിൽ 40% രോഗികൾ മാത്രമേ ഹോസ്പിറ്റലിൽ എത്താറുള്ളൂ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്. 60% ഹൃദ്രോഗികളും ഹോസ്പിറ്റലിൽ എത്താൻ പറ്റാതെ വഴിയിൽ മരണപ്പെടുന്ന ആൾക്കാരാണ്. ജിമ്മിൽ മരണപ്പെടുന്ന ആൾക്കാർ, ജോലി സ്ഥലത്ത് മരിക്കുന്ന ആൾക്കാർ, ഹോസ്പിറ്റലിൽ വഴിയിൽ മരിക്കുന്ന ആൾക്കാർ,